ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം എന്താണെന്ന് അറിയോ, നാളെയാണ് ലിയോ ബേബിയുടെ 56, അതായത് നൂലുകെട്ട് ഫംഗ്ഷൻ വരുന്നത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാനൊരു ഹാഫ് സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ബൊട്ടിക്കിന്. പക്ഷെ അതെനിക്ക് കിട്ടിയില്ല. അതിന്റെ പകരം ഞാനൊരു സാരി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാരിയും പർച്ചേസ് ചെയ്ത് വീട്ടിലെത്തിക്കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആയപ്പോഴാണ് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നത് എന്റെ പാഴ്സൽ എത്തി എന്നുള്ളത്. അങ്ങനെ ഞാൻ അതിന്റെ ഹാപ്പിനെസ്സിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. ആൻഡ് ഇതാണ് നമ്മൾ ലിയോക്ക് വേണ്ടിയിട്ട് ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന പ്ലേസ്. അടിപൊളി പ്ലേസ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ തന്നെയായിരുന്നു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത്. ഈ ഒരു നെയിം ബോർഡ് എന്റെ മാത്രം ഐഡിയ. എനിക്ക് അവന്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് തന്നെ ഒരു നെയിം ബോർഡ് എന്റെ ഐഡിയയിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ചെയ്തൊരു നെയിം ബോർഡാണ് കേട്ടോ. ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നുപേരും കുറെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. ആ സമയത്ത് അവനാണെങ്കിൽ ഭയങ്കര കളിയും ചിരിയായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഫംഗ്ഷൻ ഒക്കെ തുടങ്ങുമ്പോഴത്തേക്കും ആ ഒരു കളിയും ചിരിയൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു അവൻ കരച്ചിൽ തുടങ്ങി. ഇതേപോലെ ഞാൻ അവനെ ഇന്നേ വരെ ഞാൻ കരയുന്നത് കണ്ടിട്ടില്ല. അതുപോലുള്ള കരച്ചിലായിരുന്നു. പിന്നെ നമ്മൾ നൂല് കെട്ടാൻ പോലും അവൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ചരട് കെട്ടിയത് തോളത്തിരുത്തിയിട്ടൊക്കെയാണ് ബാക്കി ചരടൊക്കെ കെട്ടിയത്. പിന്നെ അതിന്റെ ഇടയിൽ അവനെ പേര് വിളിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 പേരാണ് അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ആദ്യം ദൈവത്തിന്റെ പേരും രണ്ടാമത് അവന്റെ അച്ഛന്റെ പേരുമാണ് നമ്മൾ വിളിച്ചത്. ദൈവത്തിന്റെ പേരായിട്ട് നമ്മൾ വസുദേവ് എന്നായിരുന്നു ആദ്യം അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവന്റെ അച്ഛന്റെ പേര് വിളിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവന്റെ പേര് വിളിച്ചത്. സത്യം പറഞ്ഞാൽ അവന്റെ പേര് വിളിക്കാൻ നമ്മൾ മറന്നുപോയി. അതുപോലെ അവൻ കരയുന്നതുകൊണ്ട് നമ്മൾ ആകെ 2 പേര് വിളിച്ച് അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് അമ്മ വന്ന് ഓർമ്മിപ്പിച്ചപ്പോഴാണ് അവന്റെ പേരായി ലിയോൺ എന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നിട്ട്. അതും ആകെ ഒറ്റ ചെവിയിൽ മാത്രമേ വിളിക്കാൻ പറ്റിയുള്ളൂ. അവന്റെ കരച്ചിൽ കണ്ടിട്ട് എങ്ങനെയും ഈ ചടങ്ങും തീർത്താൽ മതി എന്നായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ചരട് കെട്ടെല്ലാം കഴിഞ്ഞ് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവനാണെങ്കിൽ ഭയങ്കര ഉറക്കം. പിന്നെ അവനൊന്നും അറിയുന്നില്ല. പാവം പിടിച്ച കുട്ടിയെ പോലെ കിടന്നുറങ്ങിയായിരുന്നു. ഈ കിടക്കുന്ന കിടപ്പ് കണ്ടപ്പോൾ ഇത്ര നേരം വാശി പിടിച്ച് കയറുന്ന കുട്ടിയാണ്. അങ്ങനെ വീടെത്തിയപ്പോഴത്തേക്ക് അവൻ ചെറിയ രീതിയിൽ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞത് ഈവനിംഗ് ഒക്കെ ആയപ്പോഴത്തേക്ക് അവൻ കളിയും ചിരിയൊക്കെ തുടങ്ങി. ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.